ഹരി ഓം. ഹരി ഓം. ഭാഗവതം ശ്രീമദ് ഭാഗവതം സപ്തവിംശതിതമോധ്യായ 27-ാം അധ്യായം. വളരെ ചെറിയ അധ്യായമാണ്. പുരഞ്ജന കഥ. പുരഞ്ജനോപാഖ്യാനം തുടരുന്നു. ചണ്ഡവേഗൻ പുരഞ്ജനനും കാലകന്യയുടെ കഥയുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. നമുക്ക് വായിച്ചു പോകാം. അങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. പുരഞ്ജനൻ്റെ അവസാന ഭാഗമായി കാലകന്യയുടെയൊക്കെ കഥയാണ് വരുന്നത്. ഇടയ്ക്കുള്ള 1-2 ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞ് നമുക്ക് പോകാം. 30 ശ്ലോകങ്ങളേ ഉള്ളൂ. നാരദ ഉവാച ഇദ്ധം പുരഞ്ജനം സദ്ഭ്യഗ് വശമാനീയ വിഭ്രമൈഃ പുരഞ്ജനീ മഹാരാജ രമേ രമയതി പതിം. നാരദൻ പറയുക, മഹാരാജാവേ, പുരഞ്ജനി ഇങ്ങനെ തൻ്റെ വിലാസങ്ങളാൽ പുരഞ്ജനനെ ഓരോ തരത്തിൽ വശീകരിച്ച് തൻ്റെ വശത്താക്കി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് താനും ആ കൂട്ടത്തിൽ തന്നെ സന്തോഷിച്ചു. സ രാജാ മഹിഷീം, സ എന്നേ ഉള്ളൂ, സ എന്നില്ല, സ രാജാ മഹിഷീം രാജൻ സുസ്നാതാം രുചിരാനനാം കൃതസ്വസ്ത്യയനാം തൃപ്താം അഭ്യനന്ദതുപാഗതാം. കൃതസ്വസ്ത്യയനാം തൃപ്താം എന്നാക്കുക, എന്നിട്ട് അഭ്യനന്ദത ഉപാഗതാം. ആ രാജാവ് കുളിയെല്ലാം കഴിഞ്ഞ് വളരെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി സംതൃപ്തയായും സമീപത്ത് വന്നവളെയും സുന്ദരിയായ പത്നിയെയും വളരെയധികം അഭിനന്ദിച്ചു. തയോപഗൂഢ പരിരബ്ധഗന്ധരോരഹോനുമന്ത്രൈര അപകൃഷ്ടചേതന നകാലരംഹോ ബുബുധേ ദുരത്യയം ദിവാ നിഷേധി പ്രമദാ പരിഗ്രഹ. തയോപഗൂഢ പരിരബ്ധ ഗന്ധരോരഹോനുമന്ത്രൈർ അപകൃഷ്ടചേതസ. അദ്ദേഹം അവളാൽ ആലിംഗിതനും നിരന്തരം കഴുത്തിൽ കൂടി കൈയിട്ട് പിടിച്ച് ആ രീതിയിൽ ഏകാന്തതയിൽ അവർ സന്തോഷമായിട്ട് രമിച്ച് അങ്ങനെ അവളെ എല്ലാമായിട്ട് അത്രയും പൂർണ്ണമായിട്ട് അവളെ സ്നേഹിച്ച് അവളാണ് എൻ്റെ എല്ലാം എന്ന് കരുതി അത് വിവേകം ഇല്ലാത്തവനായിട്ട് രഹസ്യ സംഭാഷണങ്ങൾ ഒക്കെ നടത്തി പകൽ രാത്രി എന്നീ ക്രമത്തിൽ പോകുന്ന ആ കാലത്തിൻ്റെ വേഗം ഒട്ടുമേ അറിഞ്ഞില്ല. അവളുമായിട്ടുള്ള സന്തോഷിച്ചുള്ള ജീവിതത്തിൽ കാലം പോകുന്നത് അദ്ദേഹം അറിഞ്ഞതേയില്ല. കണ്ടോ, അതാ തയോപഗൂഢ പരിരബ്ധ കന്ധരോ. കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കൂടെ കൈയിട്ട് പിടിച്ച. അഹോനു മന്ത്രൈർ അപകൃഷ്ട ചേതന. പിന്നെ ശയാന ഉന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷി ഭുജോപതി താമേവ വീരോ മനുദേ പരം യതഃ. അവിടെ സ വെട്ടിയിട്ട് തമോഭിഭൂതോ ന നിജം പരം ചെയ്യത്. അവളെ തന്നെ എല്ലാ രീതിയിലും പുരുഷാർത്ഥമായിട്ട് പരമപുരുഷാർത്ഥമായിട്ട് പുരുഷൻ ഒരു ജീവനെ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം അവളിൽ നിന്ന് ലഭിക്കും എന്ന് കരുതി എത്രയൊക്കെ വളരെ ധീരനും വീരനും ഒക്കെ ആണെങ്കിലും തൻ്റെ അജ്ഞാനത്താൽ അടിമയായിട്ട് അറിവില്ലായ്മയ്ക്ക് അടിമയായിട്ട് തൻ്റെ ആത്മാവിൻ്റെ സ്വരൂപം പരമാത്മാവിൻ്റെ സ്വരൂപവും പരമപുരുഷാർത്ഥമായിട്ട് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം കരുതിയില്ല. അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. വേദാന്ത കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പരമമായിട്ടുള്ളത് ഈശ്വര പ്രാപ്തിയാണെന്നുള്ള കാര്യം അദ്ദേഹം കരുതിയതേയില്ല. അവളാണ് സകലതും എന്ന് വിചാരിച്ച്, അതായത് നമ്മുടെ ജീവിതമാണ് പ്രധാനമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. അതിനകത്ത് ആധ്യാത്മികത ഒട്ടും പ്രാധാന്യം കൊടുത്തില്ല. അത്രയേ പറയുന്നുള്ളൂ. ശയാനമുന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷി ഭുജോപധി താമേവ വീരോ മനുദേ പരം യതഃ തമോഭിഭൂതോ ന നിജം പരം ചെയ്ത്. പത്നിയുടെ കയ്യാകുന്ന തലയണമായിട്ടാണ് കിടന്നത്. അതായത് പത്നി അവളാണ് എല്ലാമെന്ന് കരുതിയെന്ന് മാത്രം. തയൈവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. അവൾ മൊത്തങ്ങനെ സുഖിക്കുന്നവനും അതുപോലെ തന്നെ കാമത്താൽ കൂടുതലായിട്ട് മലിനചിത്തനുമായി. കാമമുണ്ടാകുമ്പോൾ മലിനചിത്തനാകുമല്ലോ. അദ്ദേഹത്തിൻ്റെ യൗവനം
അതെ, പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അത് നമുക്കറിയാവുന്നതല്ലേ. 10, 20 വയസ്സ് ഒക്കെ തൊട്ട് 10-50 വയസ്സ് വരെയുള്ള ആ 30 വർഷക്കാലം നമ്മളുടെ പോയത് നമ്മൾ അറിയുന്നില്ല. തിരിഞ്ഞു നോക്കുന്നവർക്കെല്ലാം മനസ്സിലാകും അത് എത്ര പെട്ടെന്നാണ് തീർന്നു പോയതെന്ന്. നമ്മൾ അപ്പോഴൊക്കെ അതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളും അവരുടെ ഭാവിയെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ, നല്ലതും ചീത്തയും കേട്ടോ, എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി കലർന്ന് നമ്മൾ ആ 30 വർഷം നമ്മുടെ നമ്മൾ വാർദ്ധക്യത്തിലോട്ട് 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും വാർദ്ധക്യത്തിലോട്ട് ആ കാലൂന്നി തുടങ്ങുമ്പോഴാണ് നമ്മൾ പലതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി തുടങ്ങുന്നത്. നമുക്ക് ശരിക്കും വിവേകം വരുന്നത് ആ പ്രായത്തിലാണ്. അപ്പോഴെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലോട്ട് തിരിയുന്നവർക്ക് കുറേയൊക്കെ മാനസികമായിട്ട് പ്രായമായി കഴിയുമ്പോൾ ഒരു ധൈര്യം കിട്ടും. അല്ലാത്തവർക്ക് അതുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് വരുന്നിട്ട് കാര്യമില്ല. ഇനി ഏതായാലും വരാൻ കുറേ കൂടെ ഉണ്ടല്ലോ എന്നോർക്കുക. തയൈവം രമമാണസ്യ കാമകശ്മലചേതസാ ക്ഷണാർദ്ധമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയ. 6 തസ്യാമജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോർദ്ധം അധാത്യാഗാത്. ശതാന്യേകാദശ വിരാട് എന്നാക്കുക. എന്നിട്ട് ആയുഷോർദ്ധം അധാത്യാഗാത്. പുരഞ്ജനയിൽ ഒരുപാട് 1100 പുത്രന്മാരുണ്ടായി അവർക്ക്. അപ്പോഴേക്കും ആയുസ്സിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് മുഴുവൻ പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ട് തീർന്നു. 1000. ഇതൊക്കെ അതിശയോക്തികരമായിട്ട് പറയുന്നത് കേട്ടോ. ഇതിന് അവസാനം പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതാണെന്ന്. പുരഞ്ജനോപാഖ്യാനം സ്വല്പം വിഷയം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കത് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വീണ്ടും അതൊന്ന് പറയാൻ നമ്മൾ ശ്രമിച്ചാൽ ആദ്യം തൊട്ട് നമുക്കത് കിട്ടുകയില്ല. കാരണം അതിൻ്റെ ആ പോക്ക് അങ്ങനെയാണ്. കുറേ അധ്യായത്തിലായിട്ട് നിരന്ന് കിടക്കുന്ന ഒരു വലിയൊരു പ്രകരണമാണ് ഈ പുരഞ്ജനോപാഖ്യാനം. തസ്യാമജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാനി ഏകാദശ. അതാണ് 1100 എന്ന് പറഞ്ഞത്. ശതാനി ഏകാദശ വിരാട് ആയുഷോർദ്ധം അധാത്യഗാത്. അതുകൊണ്ട് അതങ്ങ് പെട്ടെന്ന് പകുതി ഭാഗം അർത്ഥം ഉണ്ടോ. അർത്ഥം ആയുഷ് പകുതി ആയുസ് തീർന്നു പോയി. ദുഹിതൃർ ദശോത്തരശതം പിതൃമാതൃയശസ്കരീഹി ശീലൗദാര്യഗുണോപേത പൗരഞ്ജന്യ പ്രജാപതേ. ദുഹിതൃർ ദശോത്തരശതം, അതായത് ദാശോത്തരശതം എന്ന് ചില പുസ്തകത്തിലുണ്ട്. അത് ദാ എന്നുള്ളത് നീട്ട് വെട്ടിയിട്ടുണ്ട്. ദുഹിതൃർ ദശോത്തരശതം പിതൃമാതൃയശസ്കരീഹി ശീലൗദാര്യഗുണോപേത പൗരഞ്ജന്യ പ്രജാപതേ. അതായത് പിതൃമാതൃ, അതായത് പിതാവിനും മാതാവിനും യശസ് ഉണ്ടാക്കുന്ന തരത്തിൽ 110 പുത്രിമാരും ജനിപ്പിച്ചു. പ്രജാപതി പുരഞ്ജനിയുടെ ആ പുരഞ്ജനിയുടെ പുത്രിമാരൊക്കെ ശീലം, ഔദാര്യം മുതലായ ഗുണങ്ങളൊക്കെ തികഞ്ഞവരായിരുന്നു. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ധാരൈ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഃ. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ധാരൈ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഃ. പഞ്ചാല രാജാവായ അദ്ദേഹം പിതൃവംശവർദ്ധനത്തിന് ഉപകരിക്കുന്ന പുത്രന്മാരെ ഭക്തിമാരോടുകൂടിയും പുത്രിമാരെ അവർക്ക് യോജിച്ച വരന്മാരോടുകൂടിയും ഒക്കെ വിവാഹമൊക്കെ കഴിപ്പിച്ചയച്ചു. പുത്രാണാം ജാഭവൻ പുത്ര ഏകൈകസ്യ ശതം യൈർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിതഃ. പുത്രാണാം ചാഭവൻ, ഓരോ പുത്രന്മാർക്കും 100 പുത്രന്മാരുമുണ്ടായി. അടുത്ത തലമുറയെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ആ പുത്രപൗത്ര പരമ്പര പഞ്ചാലദേശത്ത് വളരെ നിറഞ്ഞു നിന്നു. തേഷു തദ്രിഗ്ധഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബധ്യത. ഈ പുത്രപൗത്രന്മാരിലും ആ ഗൃഹത്തിലെ ഭണ്ഡാരാദികളിലും എന്ന് വെച്ചാൽ സേവിങ്സിൽ നമ്മൾ സേവ് ചെയ്ത ആ പണമുണ്ടല്ലോ, അത് സേവിങ്സ് നമ്മുടെ
ഭണ്ഡാരത്തിലെ അതും വേരുറച്ച ഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ മമത്വം കൊണ്ട് വിഷയങ്ങളിൽ അധികം ആസക്തനുമായി. നമ്മൾ ഓരോ വിഷയങ്ങൾ പണം ഉണ്ടാകുമ്പോൾ നമുക്കത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ തോന്നി അതിലൊക്കെ ആസക്തരായിട്ട് ഇങ്ങനെ പൗത്രന്മാരും ഒക്കെ വരുമ്പം ചിലവ് കൂടുതലേ, അതാണ് പറഞ്ഞത്. തേഷു തദ്രിഗ്ധഹാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന തൻ്റേതെന്നുള്ള ഇതുകൊണ്ട് വിഷയേഷു അന്വബദ്ധ്യത ഈജേ ചക്രതുഭിർഘോരൈർ ദീക്ഷിത പശുമാരകൈഃ ദേവാൻ പിതॄൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഈജേ ചക്രതുഭിർഘോരൈർ കോമ ഇടുക, പിന്നെ ദീക്ഷിത പശുമാരകൈഃ ദേവാൻ പിതൃൻ ഭൂതപതീൻ അവിടെ നിർത്തണം. നാനാകാമോ യഥാ ഭവാൻ. അതുപോലെ തൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുമുള്ള അദ്ദേഹം, വളരെ ആഗ്രഹങ്ങളുള്ള അദ്ദേഹം അവ സാധിക്കുന്നതിന് ഭവാനെ പോലെ യജ്ഞത്തിനുള്ള ദീക്ഷ സ്വീകരിച്ച് അത് സാധിക്കാൻ വേണ്ടി യജ്ഞങ്ങൾ. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. ആ യജ്ഞത്തിനുള്ള ദീക്ഷ സ്വീകരിച്ച് വളരെ കഠിനവും ഹിംസ ചെയ്യുന്നതുമായ യജ്ഞത്താൽ ദേവന്മാരെയും പിതൃക്കളെയും ഭൂതപതികളെയും ഒക്കെ യജിച്ചു എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്തു. അപ്പം ഇവിടെയൊക്കെ പറയുമ്പോൾ ഈ യജ്ഞം ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് ഭാഗവതത്തിൽ പറയുന്നില്ല. നിങ്ങളിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളുക. വായിച്ചു വരുന്ന വഴിക്ക് ഇതൊക്കെ ചെയ്തത് അത് വലിയ കാര്യമല്ല. ഹിംസ കണ്ടോ, അത് എടുത്ത് പറയുന്നുണ്ട്. ഹിംസാബഹുളങ്ങളായ ഹിംസയാൽ ചെയ്യപ്പെടുന്നതായ ഹിംസ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള അത് ഒരിക്കലും അത്ര നല്ലതായിട്ട് പറയുന്നില്ല. നമ്മുടെ പ്രാചീന ബർഹിസിൻ്റെ കഥ പറയുന്നിടത്തും പറയുന്നുണ്ടല്ലേ, ഈ ഹിംസ ചെയ്ത ജീവികളെ താൻ ഒരുപാട് യജ്ഞമൊക്കെ നടത്തി, അതൊക്കെ കൊള്ളാം. പക്ഷേ ആ യജ്ഞങ്ങളിലൊക്കെ കൊന്ന ജീവികൾ തന്നെ കുത്താൻ വേണ്ടിയിട്ട് നരകത്തിലോ സ്വർഗത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന്. അപ്പം ഒരു തീരെ മോശമായ ഒരു കാര്യമായിട്ട് അത് വേണ്ടാത്ത അതൊക്കെ ഈ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു ധ്വനി ഇവിടെ വരുന്നുണ്ട്. എൻ്റെ മാത്രം ഇതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വേറെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഞാനിത് വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഈ തെറ്റായിട്ടുള്ള നല്ലതല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈശ്വര ആരാധനയാണ്, അത് നിങ്ങൾ നാമസങ്കീർത്തനം ചെയ്താൽ മതി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ യജ്ഞങ്ങളുടെ കാര്യവും പറയുന്നുണ്ട്. ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനും അതങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കി നോക്കുക, അത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ യജ്ഞങ്ങളിൽ കൊല്ലുന്ന പശുക്കളുടെ, അതായത് ഹിംസ ചെയ്യുന്നതിനെക്കുറിച്ച് ഭാഗവതം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഒരിക്കലും അനുകൂലിച്ച് കാണുന്നില്ല. ഭാഗവതത്തിനെ ആഴത്തിൽ നോക്കി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. അതത്ര അങ്ങോട്ട് അതിനെ ശ്ലാഘിക്കുന്നില്ല, ഒരിടത്തും അതിനെ കീർത്തിച്ച് പറയുന്നില്ല. ഇവിടെയും അങ്ങനെ തന്നെ. ഈ തേഷു തദ്രിഗ്ധാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷു അന്വബദ്ധ്യത ഈജേ ചക്രതുഭിർഘോരൈർ ദീക്ഷിത പശുമാരകൈഃ. കണ്ടോ, പശുമാരകൈഃ ജീവികളെ കൊല്ലുന്നത്. ദേവാൻ പിതൃൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. ഇതെല്ലാം എന്തിനാണ്? ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഭൂതപതികളെയും യജിച്ചു, പിതൃക്കളെയും ദേവന്മാരെയുമൊക്കെ സന്തോഷിപ്പിക്കാൻ. യുക്തേഷ്വേവം ഭ്രമത്തസ്യാം കുടുംബാസക്തചേതസഃ ആസസാദ സ വൈകാലോ യോ പ്രിയയോഷിതാം. യുക്തേഷ്വേവം ഭ്രമത്തസ്യ കുടുംബാസക്തചേതസഃ ആസസാദ സ വൈകാലോ യോ പ്രിയയോഷിതാം. വേണ്ട കർമ്മങ്ങളിൽ അത്ര താല്പര്യമൊന്നുമില്ലാത്തവനും കുടുംബകാര്യത്തിൽ വളരെയധികം ആസക്തനും അദ്ദേഹത്തിന് സ്ത്രീകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തമായ വാർദ്ധക്യകാലം വന്നു. അദ്ദേഹം വൃദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾക്ക് വൃദ്ധനായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുക, അവരിപ്പോഴും യൗവനയുക്തയായിരിക്കാം. ആ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ചണ്ഡവേഗ ഇതിഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം. ഒന്നുകൂടെ വായിക്കാം. ചണ്ഡവേഗ ഇതിഖ്യാതോ ഗന്ധർവാധിപതിർനൃപ ഗന്ധർവാസ്തസ്യ ബലിനഃ ഷഷ്ട്യുത്തരശതത്രയം.
താദൃശീരസ്യ ഗന്ധർവ്യസ്താദൃശീരസ്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗന്ധർവ്യ താദൃശീരസ്യ അസ വെട്ടിക്കളഞ്ഞിട്ട് ഗന്ധർവ്യസ്താദൃശീരസ്യ എന്ന് ഒന്നിച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. മൈഥുന്യസ്യ സിതാസിതാഹ പരിവൃത്യ വിലുംബന്തേ സർവകാമ വിനിർമ്മിതാം. രണ്ടിൻ്റെയും കൂടി അർത്ഥം ഒന്നിച്ച് ആണ് പറയുന്നത്. അല്ലയോ രാജൻ എന്ന് വിളിക്കുന്നുണ്ട്. ചണ്ഡവേഗൻ എന്ന പ്രസിദ്ധനായ ഒരു അധിപതി ഉണ്ടായിരുന്നു. ഗന്ധർവാധിപതിയുണ്ട്. അയാൾക്ക് ബലവാന്മാരായ 360 ഗന്ധർവന്മാരും ഉണ്ട്. അവരോടൊന്നിച്ച് കറുത്തും വെളുത്തും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ ചുറ്റി നടന്ന് സർവ തരത്തിലുള്ള കാമോപകരണങ്ങളോടും കൂടി എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന ആ ഉപകരണങ്ങളോടും കൂടി നിർമ്മിച്ച പുരിയെ ചെറുതായിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ പുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ. ഈ 360 ബലവാന്മാരെ 360 ഗന്ധർവന്മാർ ആരാണ്? അവരോടൊന്നിച്ച് കറുത്തതും വെളുത്തതും അത്രയും ഗന്ധർവ സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസങ്ങളാണ് ഈ 360 എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഷഷ്ടി ഉത്തര ശതത്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 360 പേര്, 360 ദിവസമല്ല ഒരു വർഷം. ആ കാലത്തിനെക്കുറിച്ചൊരു നമുക്ക് അറിയാതെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പുരഞ്ജരോപാഖ്യാനം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എഴുതിയിരിക്കുന്ന കഥകളൊക്കെ ആ രീതിയിലുള്ളതാണെന്ന്. എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ ഓരോ കഥകൾ പറഞ്ഞു പോവുകയല്ല. ഈ ശ്രീകൃഷ്ണ കഥ വരുന്ന ദശമസ്കന്ധത്തിലൊഴികെ അതിന് മുമ്പ് പറയുന്ന കഥകളിലൊക്കെ പറയുന്ന കഥകളിൽ കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഹോമിയോ ഗുളിക തരുന്നത് പോലെ മരുന്ന് അതിനകത്തുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് ദഹിക്കത്തക്ക രീതിയിൽ കഥകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഥാരൂപേണയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ പുരഞ്ജരോപാഖ്യാനം എന്ന ഒരു വലിയ പ്രകരണം വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് എന്നതൊക്കെ ഇന്നതാണെന്ന് പറയുന്നുണ്ട്. ആ ചണ്ഡവേഗൻ എന്ന് പറയുന്ന ആളെ പുരി എന്നതാണെന്നും 9 നവദ്വാരങ്ങളുള്ള മനുഷ്യ ശരീരമാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അത് ആധ്യാത്മിക അതുപോലത്തെ നിങ്ങളുടെയിലൊക്കെ ആ പുസ്തകമുണ്ട് സാർ എഴുതിയത്. അത് വായിച്ച് നോക്കിയാൽ പുരഞ്ജനോപാഖ്യാനം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അതിൽ കൂടുതൽ ലളിതമായിട്ട് പറയാൻ പറ്റില്ല, അതുപോലെ എഴുതി തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി 360 ഗന്ധർവന്മാർ, അതിനകത്ത് അത്രയും സ്ത്രീകൾ എങ്ങനെയുള്ളവരത് കറുത്തതും വെളുത്തതും. എങ്ങനെയാണ് കറുത്തതും വെളുത്തതും ആകുന്നത്? രാത്രിയും പകലും അങ്ങനെയാണ് ഒരു ദിവസം ആകുന്നത്. അങ്ങനത്തെ 360 എന്ന് മനസ്സിലായില്ലേ? ഇപ്പം എത്രയേ ഉള്ളൂ. അങ്ങനെ പറയുമ്പം നിങ്ങൾ ഇത് ഓർക്കുക. അതിനെ എന്ത് ചെയ്തു? അപ്പോൾ ഈ പുരിയെ ഇവർ നശിപ്പിക്കാൻ തുടങ്ങി. ഈ ഗന്ധർവന്മാർ. എന്താണ് ഗന്ധർവന്മാർ? 360 ദിവസങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഇത് ക്ഷയിച്ച് കുറേശ്ശെ ഇരുന്നിരുന്ന് വരികയാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമല്ലേ നമ്മളുടെ ആയുസ്. നമ്മൾ വർഷങ്ങൾ പോകുന്തോറും ഈ എൻജിൻ ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചണ്ഡവേഗൻ്റെ അനുയായികൾ പുരഞ്ജനപുരം നശിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഗന്ധർവ സ്ത്രീകളുമുണ്ട്. അവർ ചുറ്റി നടന്ന് ഈ ഓരോ കാമോപകരണങ്ങളാണ് അതുള്ളത്. നമുക്ക് ആഗ്രഹം തോന്നിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രയത്നത്തിനകത്തൊക്കെ ഓരോരോ കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിന് ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തേ ചണ്ഡവേഗാനുചരാ പുരഞ്ജനപുരം യഥാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യഷേധത് പ്രജാഗരഃ. തേ ചണ്ഡവേഗാനുചരാ പുരഞ്ജനപുരം യഥാ ഹർത്തുമാരേഭിരേ തത്ര പ്രത്യഷേധത് പ്രജാഗരഃ. ആ ചണ്ഡവേഗൻ്റെ അനുയായികൾ ഈ പുരഞ്ജനപുരം കുറേശ്ശെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുന്ന ആ സർപ്പം, പണ്ട് പറഞ്ഞല്ലോ ഒരു സർപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന്, എപ്പോഴും ആളിൻ്റെ കൂടെ ഉണ്ടെന്ന പ്രജാഗരൻ എന്നാണ് ആ സർപ്പത്തിൻ്റെ പേര്, പ്രജാഗര. സപ്തഭിശതൈരേകോ വിംശത്യാച ശതം സമാഹ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈർ യുയുധേ ബലി. ബലമേറിയ പുരഞ്ജനപുരാധ്യക്ഷന് ഒറ്റയ്ക്ക് തന്നെ ആ 720 ഗന്ധർവ സൈന്യത്തോട് 100 കൊല്ലം യുദ്ധം ചെയ്തു. 100 വർഷം ആയി. അപ്പോൾ 100 വയസ്സായി എന്നാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ 720 ഗന്ധർവ സൈന്യം, 360 കണക്കായിരിക്കും പറഞ്ഞത് അല്ലേ? 360 ആ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ?
അത് ആ കണക്കായിരിക്കും ഇവിടെ 720 പറഞ്ഞത്. ക്ഷീയമാണേ സ്വസംബന്ധേ കസ്മിൻ ബഹിഭിർയുധാ ചിന്താം പരാം ജഗാമാർത്തഃ സ രാഷ്ട്ര പുരബാന്ധവഃ. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ, നീട്ടൊക്കെ വരേണ്ടിടത്തേ വരാവുള്ളൂ. ക്ഷീയമാണേ സ്വസംബന്ധേ ഏകസ്മിൻ ബഹുഭിർയുധാ ചിന്താം പരാം ജഗാമാർത്തഃ സ രാഷ്ട്ര പുരബാന്ധവഃ. തനിക്ക് ബന്ധപ്പെട്ട ആ പുരാധ്യക്ഷൻ ഒറ്റയ്ക്ക്, ആ പുരത്തിൻ്റെ അധ്യക്ഷൻ പുരഞ്ജനൻ, അധ്യക്ഷൻ ഒറ്റയ്ക്ക് അനേകം ആളുകളുമായി യുദ്ധം ചെയ്ത് തളർന്നപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെയും പുരത്തിൻ്റെയും ഒക്കെ സ്വാമിയായ പുരഞ്ജനൻ, അതായത് ഈ പ്രജാകരനാണ് അവിടെ പെട്ട പുരാധ്യക്ഷൻ എന്ന് പറയുന്നത്. പുരഞ്ജനൻ അതിദുഃഖിതനും ചിന്താധീനനുമായി, തന്നെ എപ്പോഴും കാത്തുകൊണ്ടുകൊണ്ടിരുന്ന ആളിന് പോലും ക്ഷീണം വന്നു തുടങ്ങി. ആ പ്രജാകരനും ക്ഷീണം വന്നു തുടങ്ങി, ആ പുരത്തിൻ്റെ അധ്യക്ഷനും ക്ഷീണം വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ പുരഞ്ജനൻ വളരെയധികം ദുഃഖിതനായി. സയേവ പുര്യാം മധുഭുഗ് പഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിദത് ഭയം. ഒക്കെ ശ്രദ്ധിച്ചോണം. സയേവ പുര്യാം മധുഭുക്ക്, അവിടെ നിർത്തുക. പഞ്ചാലേഷു സ്വപാർഷദൈഃ ഉപനീതം ബലിം ഗൃണ്ണൻ സ്ത്രീജിതോ നാവിദത് ഭയം. നഗരത്തിൽ സ ഏവം പുര്യാം മധുഭുക, മദ്യം, മദ്യപാനം ചെയ്ത് ക്ഷുദ്രസുഖങ്ങൾ അനുഭവിച്ചിരുന്ന ആ പുരഞ്ജനൻ, ഇതൊക്കെ ഇങ്ങനെ സുഖിച്ച് നടക്കുകയായിരുന്നേ. തൻ്റെ പാർഷദന്മാർ, തൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന പിന്നെ സേവകന്മാരായി നിന്നിരുന്നവരെ കൊടുത്ത ബലി സ്വീകരിച്ചുകൊണ്ട് സ്ത്രീജിതനായി വരാൻ പോകുന്ന ഭയം അറിഞ്ഞില്ല. അതായത് പുരഞ്ജനിയോടുള്ള ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ വിപത്ത്, ഒരു ഭയം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. മദ്യപാനമൊക്കെ നടത്തി നല്ല ആഘോഷമായിട്ട് നടന്നതാണ്, നമ്മൾ കാണാറുള്ളത് എവിടെയെല്ലാം. കാലസ്യ ദുഹിത കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. കാലസ്യ ദുഹിത കാചിത് ത്രിലോകീം വരമിച്ഛതി പര്യടന്തി ന ബർഹിഷ്മൻ പ്രത്യനന്ദത കശ്ചന. അല്ലയോ ബർഹിഷ്മൻ, 3 ലോകം മുഴുവൻ വരനായി ആഗ്രഹിക്കുന്നവളും അതിനായി ചുറ്റി നടക്കുന്നവളുമായി കാലത്തിനൊരു മകളുണ്ട്. ആരും അവളെ അഭിനന്ദിച്ചില്ല. കാലം എന്ന് പറഞ്ഞതിനൊരു മകളുണ്ട്. അവളെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു, ഈ കാലത്തിൻ്റെ മകളെ. കാരണം കാലത്തിൻ്റെ മകൾ കാലമാണല്ലോ, അതിൻ്റെ അവളെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. അതിനി വേറൊരു കഥ പോലെയാണ്. കാലസ്യ ദുഹിത, കാലത്തിൻ്റെ പുത്രിയെ, കാചി ത്രിലോകി മരമിച്ഛതി, 3 ലോകത്തിലും വരനായി ആഗ്രഹിക്കുന്നവൾ, 3 ലോകം മുഴുവൻ തൻ്റേതായിരിക്കണം, തൻ്റെ വരനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് അവൾ. ഈ ത്രിലോകങ്ങളും എൻ്റെ വരൻ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്തിൻ്റെ ഒരു മകളുണ്ട്. ആരും അവളെ ഇഷ്ടപ്പെട്ടില്ല. ദൗർഭാഗ്യേന ആത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാ തുഷ്ട രാജർഷയേ തു, അവിടം വരെ. വൃതാദാത് പൗരവേ വരം. ദൗർഭാഗ്യേന ആത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാ തുഷ്ട രാജർഷയേ തു, നിർത്തി. വൃതാദാത് പൗരവേ വരം. പണ്ട് പുരൂരവസ് എന്ന് പറഞ്ഞ ഉണ്ട്, കഥ അറിയാമല്ലോ. സ്വയം വരിക്കപ്പെട്ടിരുന്നതിനാൽ സന്തുഷ്ടനായ ആ രാജർഷിയിൽ നിന്ന് വരം വാങ്ങിയ അവൾ, ഈ കാലത്തിൻ്റെ പുത്രി പുരൂരവസിൻ്റെ ഭാര്യയായിരുന്നു. അവളോട് ആ രാജാവിനോട്, പുരൂരവസിനോട് വരം വാങ്ങിയ അവൾ ഭാഗ്യക്കേടാൽ ദുർഭഗ എന്ന ലോകത്തിൽ പ്രസിദ്ധിയാണ്. ദുർഭഗ എന്നാണ് അവളുടെ പേര് മനസ്സിലാക്കിക്കോണം. ദുർഭഗ ഇതി സാ, അവളുടെ പേര്. സാ എന്ന് പറഞ്ഞാൽ അവൾ. ദൗർഭാഗ്യേന ആത്മനോ ലോകേ വിശ്രുത ദുർഭഗേതി സാ യാ തുഷ്ട രാജർഷയേതു വൃതാദാത് പുരവേ വരം. കഥാചിതടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വൗരേ ബൃഹദ് വ്രതം മാം തോ ജാനതി കാമമോഹിത. കഥാചിതടമാനാസ ബ്രഹ്മലോകാൻ മഹീം ഗതം വൗരേ ബൃഹദ് വ്രതം മാം തു ജാനതി കാമമോഹിത. അവൾ അവിടെ ചുറ്റി നടക്കുന്ന ബ്രഹ്മലോകത്തിൽ നിന്ന്, 3 ലോകത്തിൽ അവൾക്ക് ഉണ്ടല്ലോ പോകാനുള്ള അനുമതി, ഭൂമിയിലേക്ക് വരുന്ന
എന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നറിയാമായിരുന്നിട്ടും, നാരദർ പറയുന്ന ബ്രഹ്മചാരി എന്നറിയാമായിരുന്നിട്ടും കാമാധിക്യത്താൽ എന്നെയും അവൾ സ്വീകരിച്ചു. അവൾ വരനായിട്ട് തന്നെ വരിച്ചു. കാദാചിത് അടമാനാസ് മയി സംരഭ്യ വിപുലം അദാത് ശാപം ദുസ്സഹം. മയി സംരഭ്യ വിപുലം അദാത് മാ വെട്ടിയിട്ട് അദാത് ശാപം സുദുസ്സഹം സ്ഥാതുമർഹസി നൈകത്ര മദ്യാജ്ഞ വിമുഖോ മുനേ. അത് നിഷേധിച്ച അവളത് എന്നെ വരിച്ചു, പക്ഷെ ഞാൻ നിഷേധിച്ചു. എന്നിൽ മുനേ, എൻ്റെ പ്രാർത്ഥന തിരസ്കരിച്ച അങ്ങേക്ക് അവളൊരു ശാപവും കൊടുത്തു. ഒരുപാട് പേര് നാരദന് ശാപം കൊടുക്കുന്നുണ്ട്. ഒരു ദിക്കിലും സ്ഥിരമായി നിൽക്കാൻ സാധിക്കാതെ പോകട്ടെ എന്ന് കോപിച്ച് ശപിച്ചു. നാരദർ പറയുന്ന ഈ ശാപം കൊണ്ടാണ് ഇങ്ങനെ. അത് വേറെ ആരെണ്ടൊക്കെ ശപിച്ചിട്ടുണ്ട് നാരദരെ, ഒരിടത്ത് നിൽക്കാതെ പോകട്ടെ എന്ന്. കാരണം ഒരിടത്ത് നിൽക്കുകയില്ല നാരദൻ. കാരണം നാരദൻ എന്ന് പറയുന്ന ആൾ ഭക്തിയുടെ, ഭഗവാന്റെ പര്യായമായിട്ട് പറയാം, ഭക്തിയാണ്. നാരദർ എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭക്തിയുടെ ഏറ്റവും ഔന്നത്യത്തിലാണ് നിൽക്കുന്ന ആളാണ്. അത് ഒരിടത്തും ഉറച്ചു നിൽക്കുകയില്ല. എപ്പോഴും ആ ഒരു രീതിയിലുള്ള ഭക്തി നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഉറച്ചു നിൽക്കുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അത് വിട്ടുപോകും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഭക്തി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അതങ്ങ് നിന്ന് പോകും. ഉടനെ ഉറച്ചു നിൽക്കാതെ വേറെ അടുത്ത സ്ഥലത്തോട്ട് പോകുക. ആ പോക്കിൻ്റെ മധ്യത്തിൽ നമ്മൾ ആ വിചാരങ്ങളങ്ങ് വിട്ടുപോകുകയില്ലേ. എപ്പോഴും ആ ഭഗവത് വിചാരത്തോടെ ഇരിക്കാൻ പറ്റുമോ നമ്മൾക്ക് വേറെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ? അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഭക്തി ഒരിടത്തും ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല. ലക്ഷ്മിയും അങ്ങനെ തന്നെ. ലക്ഷ്മിയും ഒരിടത്തും ഉറച്ചു നിൽക്കില്ല. എല്ലാ കാലത്തും ലക്ഷ്മി എനിക്ക് എപ്പോഴും അടിമയായിട്ടിരിക്കുകയോ ഇല്ല. വിദ്യ പക്ഷേ അങ്ങനെയല്ല അല്ലേ. സരസ്വതി ദേവി എപ്പോഴും ഉണ്ടാകും, എപ്പോഴും ഉണ്ട്. സരസ്വതി ദേവിയെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ഒരാളിനെ പിന്നെ അത് ഒരിക്കലും വിട്ടുപോകില്ല. അതാണ് ജ്ഞാനം, അറിവ്. അത് നമ്മളിൽ നിന്ന് പോവുകയില്ല. പക്ഷേ ലക്ഷ്മി എന്താണ്? ധനമാണ്. അതൊരിക്കലും ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കെന്ന രാമായണത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്മി ഒരിക്കലും സ്ഥിരമായിരിക്കില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. ഈ അഹങ്കാരങ്ങൾ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ഞാൻ എന്നെക്കൊണ്ട് സാധിച്ചു, അല്ലെ എൻ്റെ ധനം കൊണ്ടല്ലേ, ഞാൻ ധനികനായ കൊണ്ട്, അല്ലെ എന്തെങ്കിലും കാരണം കൊണ്ട് അത്രയും എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ ഒന്നും ഓർക്കാനില്ല. അതൊരിക്കലും സ്ഥിരമല്ല. അത് പൂർണ്ണമായിട്ടും അങ്ങ് മനസ്സിലാക്കിയാൽ നമ്മുടെ ചെറിയ പോലുള്ള അഹങ്കാരം നമ്മുടെ മാറിപ്പോകും. അതാണ് അതുപോലെ ആരോഗ്യം. അതും അതെ, നമ്മൾ പറയുന്നതല്ല, എത്ര നേരം വേണം ആരോഗ്യം ഇല്ലാതാകാൻ? നമ്മളുടെ ആരോഗ്യമില്ല, കാരണം നമ്മൾ ആരോഗ്യവാനാണ് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന, ഉള്ളവരാണ് എന്ന് ധരിച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് രോഗാവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പോഴും നമ്മൾ അഹങ്കരിക്കുന്നത് എന്താ? നമ്മൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുകയെന്ന്. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. നമ്മളെ ഒരു ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷണം കൊണ്ടായിരിക്കും നമ്മൾ ചെല്ലുന്ന ഒരു ഡോക്ടറുടെ അടുത്തോ അല്ലെ ഒരു അതിനെക്കുറിച്ച് അറിയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷണം, അത് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ട് അപ്പോഴായിരിക്കും ഒരു ടെസ്റ്റ് പറയുന്നത്. ടെസ്റ്റിൻ്റെ റിസൾട്ട് ചിലപ്പം വളരെ ഭീകരമായ എന്ന് വെച്ചാൽ നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു രോഗത്തിൻ്റെ തുടക്കമായിരിക്കാം അത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ മിടുക്കനാണെന്നോ ഒന്നും ആരും അപ്പം അതൊന്നും മനസ്സിലാക്കിയിരിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളതൊന്നും മനസ്സിലാക്കി വെക്കുക. നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് തണുത്തിരിക്കും. ഇതൊക്കെ എപ്പം വേണേലും ഇല്ലാതാകാവുന്ന. പക്ഷേ ഈ ജ്ഞാനമെന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് അതൊരിക്കലും പോകാത്തതാണ്. സരസ്വതി ദേവിയെ, പാറയുടെ പുറത്തിരിക്കുന്ന സരസ്വതി ദേവിയെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. ആ പടം നമുക്ക് കാണുമ്പോൾ അറിയാം. ഉറച്ച ഇതാണ്, അത് ഉറപ്പുള്ളതാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്ന് എന്നുണ്ടായത്, അത് എന്തറിവുമായിക്കോട്ടെ, അത് നമ്മളിൽ ഉണ്ടായിരിക്കും. നമ്മളുടെ ബോധം നശിക്കുന്നിടം വരെ നമ്മളിൽ അറിവുണ്ടായിരിക്കും. ആ അറിവ് നമ്മളെ എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് എന്താ നേട്ടം? വെറുതെ ഇപ്പോൾ ഇന്ന അറിവ്, പുസ്തകം വായിച്ചുള്ള അറിവ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അതെല്ലാം സരസ്വതി ദേവിയുടെ അനുഗ്രഹം. ഒരു കറി, നമ്മളൊരു റെസിപ്പി, ഒരു കറി വെക്കുന്നത് നല്ല ഭംഗിയായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം. ആ അറിവ് നമ്മളിൽ നിന്ന് പോകുന്നില്ല. അത് ഇന്നതൊക്കെ ചെയ്താൽ അതിന് ഇന്നത്
ഇന്ന സ്വാദ് ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതുപോലും ഒരറിവാകട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരാൾ പുസ്തകം വായിച്ചുള്ള അറിവ് ജ്ഞാനം ഒന്നുമല്ല ഞാൻ പറയുന്നത്, അതൊന്നും നിങ്ങൾ കരുതണ്ട. ഏത് കാര്യവും ചെയ്യുന്നത് ഒരു ഭംഗിയായിട്ട് പൂർത്തിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു അറിവാണ്. ആ അറിവ് നമ്മൾക്ക് നശിക്കത്തില്ല, അത് നല്ല ഉറച്ചതായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാനും പോകുന്നില്ല, കാരണം അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നും ഇല്ല അതിനകത്ത്. പക്ഷേ ധനം അങ്ങനെയല്ല, ധനത്തിന് നമ്മളെ അഹങ്കരിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ശക്തി, ആരോഗ്യം, അതും നമ്മളെ ശക്തി പാർവതി ദേവിയുടെ ഇതാണ്. അതും ലക്ഷ്മിയും പാർവതിയും ഒക്കെ നമ്മളിൽ നിന്ന് എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാകുമെന്ന് കരുതണ്ട. പക്ഷെ നമ്മൾക്കുണ്ടാകുന്ന അറിവ് അത് നമ്മളിലുണ്ടായിരിക്കും. അത് പെട്ടെന്ന് അടുത്ത ആളിന് നമ്മൾ പകർന്നു കൊടുക്കുക, അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളിൽ നിന്ന് മറവിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളത് അടുത്ത ആളിന് കൊടുക്കാം. അത് നമുക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലേ? അത് കൊടുക്കും തോറും ഏറിടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ, ഇങ്ങനെ വന്നു പോകും എനിക്ക്. കഥാചിദടമാനാസ ബ്രഹ്മലോക മഹീം ഗതം വവ്രേ ബൃഹത് വ്രതം മാം തു ജാനതി കാമമോഹിതാം. അത് വായിച്ചു പറഞ്ഞു. മയി സംരഭ്യ വിപുലം അതാത് ശാപം ദുസ്സഹം സ്ഥാതുമർഹസി നൈകത്ര മദ്യാജ്ഞാ വിമുഖോ മുനി. ഉദ്ദേശിച്ചത് നേടാൻ കഴിയാത്ത ആ കന്യക ഞാൻ ഉപദേശിച്ചതനുസരിച്ച് ഭയം എന്ന സുപ്രസിദ്ധനായ യവനേശ്വരനെ ഭർത്താവായി സ്വീകരിച്ചു. പേരുകളൊക്കെ കേട്ടോ. യവനൻ എന്ന് പറഞ്ഞ ആളിനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. യവനനോ എങ്ങനത്തെ ആളാണ്? ഭയം എന്നാണ് അയാളുടെ പേര്. യവനേശ്വരനെ യവന രാജാവിനെ, അതായത് ഭയമാണ്. ഭയം ആരാ സ്വീകരിച്ചത്? കാലത്തിൻ്റെ പുത്രി. നമ്മൾ മുമ്പേ പറഞ്ഞു അവളുടെ പേര് എന്നതാ, അത് ഞാൻ മറന്നുപോയല്ലോ. ദുർഭഗയും ഭയവും രണ്ടും കൂടെ ഭാര്യയും ഭർത്താവായിട്ട് നന്നായിരിക്കും. പേരുകളൊക്കെ നമ്മൾ ഇത് ശരിക്കുമുള്ള ഒരു ഇതായിട്ടാണ്, സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കഥയാണ്, ഭാഗവതത്തിലെ ഒരേ ഒരു കഥയാണ് ഈ പുരഞ്ജനോപാഖ്യാനം. 23 തതോ വിഹത സങ്കൽപ്പ കന്യക യവനേശ്വരം മയോപദിഷ്ടമാസാദ്യാവ്രേ നാംന ഭയം പതിം. അങ്ങനെ പിന്നെ അത് വായിച്ചു. തതോ വിഹത സങ്കല്പോ കന്യക യവനേശ്വരം മയോപദിഷ്ടമാസാദ്യാവ്രേ നാംന ഭയം പതി. ഉദ്ദേശിച്ചത് നേടാൻ കഴിയാത്ത ആ കന്യക ഞാൻ ഉപദേശിച്ചതനുസരിച്ച് ഭയം എന്ന സുപ്രസിദ്ധനായ യവനേശ്വരനെ ഭർത്താവായി ഭരിച്ചു. 24 ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിം സങ്കൽപ്പസ്ത്വയി ഭൂതാനാം കൃത കില നരിഷ്യതി. യവനേശ്വരനായ അങ്ങയെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പതിയായി സ്വീകരിക്കുന്നു. അങ്ങയാൽ ചെയ്യപ്പെട്ട ഈ പ്രാണികളുടെ സങ്കല്പം വെറുതെയാവില്ല എന്നിങ്ങനെ അവൾ പറഞ്ഞു. ഋഷഭം യവനാനാം ത്വാം വൃണേ വീരേപ്സിതം പതിം സങ്കൽപ്പസ്ത്വയി ഭൂതാനാം കൃത കില നരിഷ്യതി. ദ്വാവിമാവനുശോചന്തി ബാലാവസദവഗ്രഹൗ അവഗ്രഹൗ. ദ്വാവിമാവനുശോചന്തി, അതിനകത്ത് വായും മായും അടുത്തടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് വായിക്കാൻ സ്വല്പം പ്രയാസമുണ്ട്. ദ്വാവിമാവനുശോചന്തി ബാലാവസദവഗ്രഹൗ യദ് ലോകശാസ്ത്രോപനതം നരാതി ന തദിച്ഛതി. തത് ഇച്ഛതി. ലോകശാസ്ത്ര ഉപനതമായത്, ലോകശാസ്ത്രത്തിന് ഉപനതമായ വേണ്ട വിധത്തിൽ കൊടുക്കുകയോ അതുപോലെ തന്നെ സ്വീകരിക്കുകയോ ചെയ്യാത്ത, അതുപോലെ തന്നെ തെറ്റായ ആഗ്രഹത്തോടു കൂടിയ ആ രണ്ട് ബോധമില്ലാത്തവരെ കൊണ്ട്, അജ്ഞരായിട്ടുള്ളവരെക്കുറിച്ചും സജ്ജനങ്ങൾ അനുശോചിക്കുന്നു. ആരെക്കൊണ്ട്? ദുർഭഗയെക്കൊണ്ടും ഭയത്തിനെയും എല്ലാവരും സജ്ജനങ്ങൾക്ക് അവരോട് വളരെ അനുശോചനമാണ്, അവർക്ക് സങ്കടമാണ്. സജ്ജനങ്ങൾക്ക് ഈ രണ്ട് പേരോടും ഒരു ദൈന്യഭാവമാണ്. അയ്യോ, ഭയോ എന്താ, ദുർഭഗയും. അധോ ഭജസ്വമാം ഭദ്ര ഭജന്തീം മേ ദയാം കുരു ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാനനുകമ്പതേ. അധോ ഭജസ്വമാം ഭദ്ര ഭജന്തീം മേ ദയാം കുരു
ഏതാവാൻ പൗരുഷോ ധർമ്മോ യഥാർത്ഥാൻ അനുകമ്പതേ. അല്ലയോ ഭദ്ര, അതുകൊണ്ട് അങ്ങയെ വന്ന് സ്വീകരിക്കുന്ന എന്നെ സ്വീകരിക്കുക എന്ന് അവൾ പറഞ്ഞു. എൻ്റെ നേരെ ദയ ചെയ്യുക. ദുഃഖിക്കുന്നവരുടെ ആർത്തന്മാരുടെ നേർക്ക് അനുകമ്പയാണ് പുരുഷധർമ്മം. ദുർഭഗ പറയുക. കാലകന്യോദിത വചോ, കാലകന്യയുടെ വചനം. കാലകന്യ, അവളുടെ പേരെന്നാ ദുർഭഗ. കാലകന്യോദിത വചോ നിശമ്യ യവനേശ്വര ചികീർഷുർദേവഗുഹ്യം സസ്മിതം താം അഭാഷത. ആ യവനേശ്വരൻ കാലകന്യകയായ ആ ദുർഭഗയുടെ വാക്ക് കേട്ട് അതിരഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉറപ്പിച്ച് ചിരിച്ചുകൊണ്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം ത്വാം അഭദ്രാം അസമ്മതാം. വാക്കുകളൊക്കെ മനസ്സിലാക്കിക്കോണം. ഞാൻ ഇങ്ങനെ അങ്ങ് പോകും, കാരണം ഇത്തിരി സ്പീഡിൽ പൊക്കോളാൻ എന്നോട് പലരും ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ്. ത്വം അവ്യക്തഗതിർഭുങ്ഷ്വ ലോകം കർമ്മ വിനിർമ്മിതം യാഹിമേ പിതൃനായുക്തം. അല്ല, അതിന് മുമ്പുണ്ടല്ലോ അല്ലേ. മയാ നിരൂപിതസ്തുഭ്യം പതിരാത്മസമാധിന നാഭിനന്ദതി ലോകോയം ത്വാം അഭദ്രാം അസമ്മതാം. ത്വാം അഭദ്രാം അസമ്മതാം. ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് നിനക്കൊരു ഭർത്താവിനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നീ ഒരു അമംഗളയാണ്, ഒട്ടും മംഗല സ്വരൂപയല്ല. അതുപോലെ തന്നെ ആർക്കും താല്പര്യമില്ലാത്തവളുമാണ്. അങ്ങനെയുള്ള നിന്നെ ലോകം സ്വന്തം ഇഷ്ടപ്രകാരം ആരും നിന്നെ സ്വീകരിക്കുകയില്ല. ദുർഭഗെ ആരും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നീ ആരും അറിയാതെ ത്വാം അവ്യക്തഗതിർഭുങ്ഷ്വ ലോകം കർമ്മ വിനിർമ്മിതം യാഹിമേ പൃതനായുക്ത നാശം പ്രണേഷ്യസി. ആരും അറിയാതെ കർമാധീനമായ ലോകത്തെ മുഴുവൻ അനുഭവിക്കുക. കർമ്മത്തിൻ്റെ ലോകത്തിൽ നീ വിഹരിച്ചു കൊള്ളുക. എൻ്റെ സൈന്യങ്ങളുമൊത്ത് പോയിക്കൊള്ളുക. അപ്പോൾ സർവ്വലോകത്തെയും നീ നശിപ്പിക്കും. ദുർഭഗ നശിപ്പിക്കും. കാരണം ഇവളിങ്ങനെ ഓരോ ആഗ്രഹങ്ങളും കൊണ്ടിങ്ങനെ നടക്കുക. അത് സർവ്വലോകങ്ങളെയും നശിപ്പിച്ചോളും. ആ കാലത്തിൻ്റെ കന്യക എപ്പോഴാണ് ഇങ്ങനെ ആഗ്രഹങ്ങളല്ലേ അവർക്ക് ഓരോന്നോരോന്നോരോന്ന്. ഭഗവാനുള്ള ചിന്തകളോ അതൊന്നും വേണ്ട എന്ന് വെക്കുന്നോ, ഒരിക്കലും വേണ്ട എന്നൊന്നും വെക്കുന്നില്ല. എന്നും പിന്നെയും പിന്നെയും ഭോഗവസ്തുക്കളെ പുറകേ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരും അറിയാതെ സർവ്വലോകത്തെയും നീ നശിപ്പിക്കും. ആരും അറിയാതെ കർമാധീനം, അതായത് കർമ്മത്തിന് അധീനമായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ അനുഭവിക്കുക. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോഴൊക്കെ കർമ്മങ്ങൾ കുറച്ചൊക്കെ ഭഗവത് അഭിമുഖമാക്കണം. ഭഗവാനെ അഭിമുഖമാക്കി ചെയ്യുന്ന കർമ്മങ്ങൾ. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് കർമ്മവും നിങ്ങൾ ചെയ്തോളൂ, അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്, ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് അപ്പം ഫലത്തിൻ്റെ ഇച്ഛ ഉണ്ടാകുന്നുമില്ല, അത് ഒരിക്കലും മലിനപ്പെടുന്നുമില്ല. ഭഗവാന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും തെറ്റായിട്ട് ഭവിക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരും അനുഭവിച്ചു, കുഴപ്പമില്ലല്ലോ. നമ്മൾ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന ഭഗവാന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായിട്ട് കിട്ടുന്ന പായസം നമ്മൾ അനുഭവിച്ചു, കുഴപ്പമില്ല. ശർക്കരയ്ക്കും കൊതിയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് കഴിക്കാമല്ലോ. അത് ഭഗവാനായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കായിട്ട് മാത്രം ചെയ്യാതെ ഭഗവാനായിട്ടെന്നുള്ളത് മാനസികമായിട്ടും സർവ നമ്മുടെ എല്ലാ മനസ്സോടും കൂടി വേണം. അല്ലാതെ അത് വെറുതെ ഒരു ഇതാകരുത്, ചേഷ്ടയാകരുത്. അത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും നമ്മൾ സങ്കല്പിച്ചത് ശരിയായിട്ട് തന്നെ ചെയ്യണം. ഭഗവാനായിട്ട് അർപ്പിച്ചു അടുക്കളയിൽ ഉണ്ടാക്കിയാൽ മതി, പക്ഷേ അത് ഭഗവാനായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ആ ഭഗവാന്റെ ഓർമ്മകൾ നമ്മളിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഭഗവാനും കൊടുത്തു, ഞാനും കഴിച്ചു, തീർന്നില്ലേ. അപ്പം കുറച്ച് മാനസികമായിട്ട് നമുക്കതിനൊക്കെ ഒരു രസമുണ്ട്, അപ്പം ഒരു സുഖമുണ്ട്. അതിന് പ്രത്യേക ഒരു സുഖമുണ്ട് കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അനുഭവിച്ചവർക്കതറിയാം. ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തു, ഞാനും കഴിച്ചു എന്ന് പറയുമ്പം അതിപ്പോൾ ചക്കയായാലും മതി, കപ്പയായാലും മതി, ഭഗവാനും കൂടെ കൊടുത്തു എന്നിട്ട് നമ്മളും കഴിച്ചു എന്ന് വരുവാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ചെയ്യാൻ വേണമെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാറില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ഇതിന് ഭഗവാന് കൊടുത്തു കേട്ടോ. ഭഗവാനെ ഇഷ്ടമായോ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ചോദിച്ചിട്ട്, അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിറൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അതിന് ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് നമ്മളും കഴിക്കുക എന്നാണ് അതിൻ്റെ സങ്കല്പം. അത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതിനകത്ത് വലിയ സംസ്കൃത ശ്ലോകം ചൊല്ലണമെന്നൊന്നുമില്ല. മനസ്സുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ഓർത്താൽ മതി. ഇത് ഭഗവാനായിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു എന്ന് സങ്കല്പിച്ച് കഴിച്ചോളുക.
ഞാനിങ്ങനെ പറഞ്ഞു പോവേ. കാലകന്യോദിതവചോ നിശമ്യ ഇവരേശ്വര ചികീർഷുർദേവഗൂഹ്യം സസ്മിതം താം അഭാഷത. ആ യവനേശ്വരൻ കാലകന്യയുടെ വാക്ക് കേട്ട് അതിരഹസ്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അത് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, 28 വായിച്ചായിരുന്നല്ലേ. ത്വം അവ്യക്തഗതിർഭുങ്ക്ഷ ലോകം കർമ്മ വിനിർമ്മിതം യാഹി മേ പൃതനായുക്ത പ്രജാനാശം പ്രണേഷ്യസി. അതും കൂടെ വായിച്ചായിരുന്നു നമ്മൾ. 29 30 കൂടെ ഉള്ളൂ. സർവലോക പ്രജ്വാരോയം മമ ഭ്രാത. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് ആ പ്രജ്വാരൻ. പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനികഃ. പ്രജ്വാരോയം മമ ഭ്രാത ത്വം ച മേ ഭഗിനി ഭവ ചരാമ്യുഭാഭ്യാം ലോകേസ്മിൻ അവ്യക്തോ ഭീമസൈനിക. പിരിക്കുന്നത് മനസ്സിലായല്ലോ. ഈ പ്രജ്വാരൻ എൻ്റെ സഹോദരനാണ്, നീ എൻ്റെ സഹോദരിയായി വർത്തിക്കുക. ഈ ലോകത്തിൽ ഞാൻ അവ്യക്തനും ഈ വളരെ സൈന്യങ്ങളോട് കൂടിയവനുമായി നിങ്ങൾ 2 പേരോടും കൂടി സഞ്ചരിക്കാം എന്ന് പറഞ്ഞങ്ങ് നിർത്തുന്നു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനെ 27-തമോധ്യായ 27-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഹരി ഓം.